ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു സ്പെഷ്യൽ ഓംലേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 5-6 ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക്, കുറച്ച് കുരുമുളക് പൊടി. അത് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയതാട്ടോ. പിന്നെ കുറച്ച് പാൽ വേണം, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ 2 മുട്ട കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ബൗളെടുത്ത് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് പാല് വാർന്ന് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ച് പറഞ്ഞ് ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓംലേറ്റ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, കുറച്ച് എണ്ണ വാർന്ന് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് കൊടുക്കാം. ഇത്ര മതി, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ചുറ്റിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഓംലേറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചോറ് കഴിക്കാം, വേറെ ഒന്നും ആവശ്യമില്ല, ഈ ഓംലേറ്റ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.